മെയ് 10 ഈസ്റ്ററിൻ്റെ 5-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 14:21 മുതൽ 26 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മോട് പറയുന്നു, തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവൻ തന്നെ സ്നേഹിക്കുന്നു എന്ന്. യേശുവിനെ സ്നേഹിക്കുന്ന എല്ലാവരും അവൻ്റെ പിതാവിനാലും സ്നേഹിക്കപ്പെടും. മറ്റെന്താണ് നമുക്ക് ചോദിക്കാൻ കഴിയുക? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്മാനമാണ് സ്നേഹം. നമുക്ക് പണവും സ്വാധീനവും നല്ല ആരോഗ്യവും മറ്റ് നിരവധി നല്ല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ഏറ്റവും ദരിദ്രരിൽ ഒരാളായിരിക്കും നമ്മൾ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നിരുപാധികമായ സ്നേഹം നൽകാനും സ്വീകരിക്കാനുമുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹം ദൈവം നൽകിയിരിക്കുന്നു. നിരുപാധികം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടല്ലേ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളോട് സ്നേഹം തോന്നുന്നത്? പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയാലും മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നത് തുടരുന്നു. അവർക്ക് ഏറ്റവും മികച്ചത് മാത്രം ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ സ്നേഹത്തിൻ്റെ ദാനത്തിന് വ്യവസ്ഥകൾ ഉണ്ടാകാവുന്ന സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അത്ഭുതകരമായ കാര്യം ഇതാണ്, ദൈവം, യേശുനാഥൻ, പരിശുദ്ധാത്മാവ്, അവരുടെ സ്നേഹം ശുദ്ധവും നിരുപാധികവുമാണ്. നമ്മൾ എന്ത് ചെയ്താലും എങ്ങനെ പ്രവർത്തിച്ചാലും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവുണ്ടാകുന്നില്ല. നമ്മോടുള്ള ദൈവസ്നേഹം നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കും. ഇന്ന് നമുക്ക് പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സ്വതന്ത്രവും നിരുപാധികവുമായ സ്നേഹം അനുകരിക്കാൻ പരിശ്രമിക്കാം. എത്ര അത്ഭുതകരമായൊരു സമ്മാനമായിരിക്കും അത്. ഈ സമ്മാനം ലഭിക്കുമ്പോൾ നമുക്ക് അവരോട് നന്ദി പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന സ്നേഹം നമ്മുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും അപരിചിതരായും പോലും നമുക്ക് ആ സ്നേഹം പങ്കിടാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.